മന്തി വിവാദത്തില് പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ. അതെ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഇവിടെ ചെയ്തവർക്ക് കുറ്റം ചെയ്തവർക്കല്ല ശിക്ഷ, പ്രതിഷേധിക്കുന്നവർക്കാണ് ശിക്ഷ എന്നുള്ളതാണ്. അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ സർക്കാരിനോ പോലീസിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇയാൾക്കെതിരെ, ഈ ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യുകയും കട പൂട്ടിക്കുകയാണ് വേണ്ടത്. പൂർണ്ണമായിട്ടും അടച്ചിടണം. അത് ഒരു കാരണവശാലും തുറന്ന് പ്രവർത്തിക്കാത്ത രീതിയിലേക്ക് അത് മാറ്റണം. കാരണം ഒരു വലിയ സാമൂഹ്യ വിപത്താണ് ആ സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാനും ഒരു വിഭാഗത്തിന് മേൽ ആക്രമണം നടത്താനുമുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്. ഇതൊരു പിഴവല്ല, ഒരു തെറ്റല്ല സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായി ഇതിലേക്ക് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ഒരു തെറ്റ് ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല. തെറ്റ് എന്ന് പറയണമെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം. ഇത് പക്ഷേ വളരെ കരുതി കൂട്ടിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു മന്തി വെച്ചിരിക്കുന്നു, ആ മന്തിയുടെ ലേക്ക് കൊതിയോട് കൂടി നോക്കുന്ന കൃഷ്ണനെ കാണിക്കുന്നു, പിന്നെ മന്തി കൊടുക്കുന്ന കൃഷ്ണൻ. അങ്ങനെ പല രീതിയിൽ ഈ പറയുന്ന ഭഗവാനെ അതിലേക്ക് ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഭഗവാൻ ആരെന്നറിയില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ്, എന്താണ് എന്ന് ഉള്ളതറിയില്ല. ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു ദൈവത്തിനെയും നമ്മൾ അങ്ങനെ വിളിക്കാറില്ല. ശ്രീകൃഷ്ണ പരമാത്മാവ്. പരമാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് തന്നെ പരമാത്മാവായിട്ടുള്ള ആളാണ്. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മാവാണ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. നമ്മളൊരു ആത്മാവാണ്, ജീവാത്മാവാണ്. ജീവാത്മാവ് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് വരുന്നു. ഭഗവാൻ എന്തിൽ കുടികൊള്ളുന്നു? നമ്മളിൽ തന്നെ കുടികൊള്ളുന്നു. ഈ കൺസെപ്റ്റുകളൊന്നും ഇവന്മാർക്ക് മനസ്സിലാവില്ല. കാരണം ഇവന്മാരുടെയൊക്കെ കൺസെപ്റ്റ് എന്താണ്? കാഫറിനെ കൊന്ന ഹൂറിയെ കിട്ടും, അതാണല്ലോ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിൽ നിൽക്കുന്നവന്മാർക്ക് ഭഗവാൻ എന്താണ്, പരമാത്മാവ് എന്താണ്, ജീവാത്മാവ് എന്താണ്, പ്രകൃതി എന്താണ്, എന്താണ് ഈ ലോകത്തിൻ്റെ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സൗന്ദര്യം എന്താണ്, അതിൽ കുടികൊള്ളുന്ന ഊർജം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ല. അത് കഴിയില്ല. കാരണം ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മളുടെ ഹൃദയത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു, ഭഗവാൻ കുടികൊള്ളുന്നു എന്നുള്ളത് ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ശ്രീമൻ നാരായണനായിട്ട്, പരമാത്മാവായിട്ട്, ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഇവർ അധിക്ഷേപിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒന്നിനോടും ചേർന്ന് നിൽക്കുന്ന ആളല്ല, എന്നാൽ ഒന്നിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആളുമല്ല. അതാണ് പരമാത്മാവിൻ്റെ സങ്കല്പം പോലും. അങ്ങനെയുള്ള ഭഗവാൻ കൊതിയോടുകൂടി നോക്കുന്നത് ഭക്തനെ മാത്രമാണ്, പ്രേമത്തെ മാത്രമാണ്. സമസ്ത ജീവജാലങ്ങളോടുമുള്ള സ്നേഹത്തിൽ മാത്രമാണ് ഭഗവാൻ ഭഗവാൻ ഒന്നിനെയും ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു വസ്തുവും രുചിച്ച് നോക്കേണ്ട ആവശ്യം ഭഗവാനില്ല. ഭഗവാൻ ഈ ലോകത്ത് രുചിക്കാത്തതായിട്ടൊന്നുമില്ല. പക്ഷേ ഭഗവാൻ രുചിക്കാത്ത ഒന്നേ ഉള്ളൂ, അത് നിസ്വാർത്ഥ പ്രേമഭക്തിയാണ്. ആ പ്രേമഭക്തിയാണ് ഭഗവാൻ രുചിച്ചിട്ടില്ലാത്തത്. അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഭഗവാൻ കൊതിയോടുകൂടി എന്തിലേക്ക് നോക്കുന്നു? മാംസത്തിലേക്ക് നോക്കുന്നു. ഒരു ഹിംസയുടെ മറ്റൊരു ഉൽപ്പന്നം, ആ ഒരു ഉൽപ്പന്നത്തിലേക്ക് ഭഗവാൻ നോക്കുന്നു. ഭഗവത് സങ്കല്പത്തിൽ അങ്ങനെ ഒന്നുമില്ല. അത് നമുക്കേ ഉള്ളൂ. നമുക്കേ മന്തി കാണുമ്പോൾ കൊതി വരുള്ളൂ. നമുക്കേ ചിക്കൻ കാണുമ്പോൾ കൊതി വരുള്ളൂ. നമ്മൾ മനുഷ്യർക്ക് മാത്രമേ ഇത്തരം ഭക്ഷണ സാധനങ്ങളോട് അതിൻ്റെ പിന്നിലുള്ള ക്രൂരത പോലും മനസ്സിലാക്കാതെ കൊതി തോന്നുള്ളൂ. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. നമ്മളെല്ലാം അടങ്ങിയിരിക്കുന്ന നീചത്വം അതാണ്. പക്ഷേ ഭഗവാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ സാത്വികമായിട്ടുള്ള ഒന്നാണ്. ആ സാത്വികമായിട്ടുള്ള ഒന്നിൽ ഇത്തരത്തിലുള്ള നീചകൃത്യങ്ങൾ വരില്ല. നമ്മളിൽ തമോ ഗുണവും രജോ ഗുണവും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്തരം വസ്തുക്കളോട് ഇഷ്ടം തോന്നും, കഴിക്കാൻ കൊതി തോന്നും. പക്ഷേ ഭഗവാൻ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ, അതിൻ്റെ അടിസ്ഥാന തത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഗുരുതര പ്രശ്നമാണ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു നമ്പൂതിരി കഴിക്കുന്നതായിട്ട് പടം വരച്ച് വെച്ചാലും പിന്നെയും പ്രശ്നം വരുന്നില്ല. കാരണം കഴിക്കുന്ന നമ്പൂതിരിമാരുണ്ടായിരിക്കാം, അതവിടെയും പ്രശ്നം വരുന്നില്ല. അത് ജാതിപരമായിട്ടുള്ള പ്രശ്നം അപ്പോഴേ വരുള്ളൂ. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ഭഗവാൻ എന്ന് പറയുന്ന പൂർണ്ണ സാത്വികമായിട്ടുള്ള ഒരു രൂപത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ജാതിയെ പ്രതിനിധീകരിച്ചല്ല ഇരിക്കുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണ്. ഭഗവാൻ നിർമുക്തനാണ്. നിർമുക്തനെന്ന് അറിയാതെ ചെയ്തതാണ് എന്ന് നമുക്ക് അല്ലല്ല, ഒരിക്കലും അല്ല. ആദ്യം പറയുന്നു ഞങ്ങൾ ഡിസൈനേഴ്സിന് കൊടുത്തു, അവർ ഡിസൈൻ ചെയ്തതാണ് എന്ന് പറയുന്നു. എന്നിട്ട് അതിൽ ഈ പറയുന്ന പ്രശ്നം അടങ്ങാതെ വരുമ്പോൾ അവർ പറയുന്നു ഇത് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഇതെന്തോ പ്രശ്നമാകുമെന്ന് അറിയാമായിരുന്നു എന്നുള്ള വേർഷൻ വരുന്നുണ്ട്, നറേറ്റീവ് വരുന്നുണ്ട്. അങ്ങനെ മാറ്റി മാറ്റി ഇവർ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് ഒരു കടയുടെ പരസ്യമല്ല. ഇത് 4ഓളം കടകളിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഭഗവാന്റെ ചിത്രം വെച്ചിട്ട് മുസ്ലിം ലീഗ് നേതാവിന്റെ മകനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അറിയാത്തത് കൊണ്ടല്ലോ. ഇതൊരു പരീക്ഷണമാണ്. ഹിന്ദുക്കൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെ പറ്റി അറിയാൻ വേണ്ടി ആദ്യത്തെ ടെസ്റ്റ് ഡോസ്. അത് കഴിയുമ്പോഴത്തേക്കും എന്താ, വീണ്ടും ഇതിനപ്പുറത്തേക്ക് സാധനങ്ങൾ വരും, ഇതിനാക്രമിക്കും. നമ്മൾ രാമനാമം ജപിക്കുന്നവരാണ്. രാമനാമം ജപിക്കാത്ത ഒരു ഹിന്ദു വീടുകൾ പോലും കേരളത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം. ഹിന്ദു വീടുകൾ കേരളത്തിൽ എല്ലായിടത്തും സന്ധ്യയ്ക്ക്
ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ, വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചൊല്ലുന്നത് രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമായണം പോലും വായിക്കാത്തവർ പോലും വീട്ടിൽ ഇത് ചൊല്ലും, യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള രാമനാമം ജപിക്കുന്ന മനുഷ്യർക്കാണ്. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷദായകനാണ്, ഭഗവാനാണ്, എല്ലാമാണ്. പക്ഷേ കൃഷ്ണൻ അതാണോ? കൃഷ്ണൻ അതിനൊക്കെ അപ്പുറത്തേക്ക് വൈകാരികതയുള്ള ആളാണ്. ഈ വൈകാരികതയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടത്, അത് ഞാൻ വായിക്കാം. പ്രിയൻ അത് കൃത്യമായിട്ടും മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പൊന്നോട കുഴലൂതിയ ഉണ്ണിക്കണ്ണനെ മാത്രം സങ്കല്പിച്ചിരിക്കുന്നതാണ് തെറ്റ്. വേഷം കെട്ടിയെടുത്തവൻ്റെയൊക്കെ തറവാരം കോരിയ വീരസാധകനായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണനെ കൂടി സങ്കല്പിക്കാനും അറിയുവാനും പഠിക്കാനും ശ്രമിക്കണം. ആ വീര്യം, നയതന്ത്രജ്ഞത എന്നിവ അറിയാതെ പോകരുത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാർത്ഥസാരഥിയായിട്ട് നിലകൊള്ളുമ്പോൾ 90 വയസ്സാണ് ആ ധീര യോദ്ധാവിന്. ഇടയ്ക്കെങ്കിലും പാൽപായസം കുടിക്കുന്ന ഉണ്ണിക്കണ്ണനെ മാറ്റി നിർത്തി ആ മഹാവീര പരാക്രമിയായിട്ടുള്ള യോദ്ധാവിനെ കൂടി ഹൃദയപത്മത്തിൽ കുടിയിരുത്തുവാനും സാധന ചെയ്യുവാനും ആ വീരത്വം നേടിയെടുക്കാനും ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഷണ്ടത്വം പേറി മരിക്കാമെന്ന്. അതായത് പുതിയൊരു നറേഷനുമായിട്ട് ഈ പറയുന്ന ഹാൻഡില് പേര് അരുൺ ദേവ് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മറവിൽ പമ്മിയിരിക്കുന്നത് ഒരു ഇസ്ലാമിസ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഏത് രീതിയിൽ ഭഗവാനെ വ്യാഖ്യാനിച്ചിട്ടാണെങ്കിലും ഇതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമായിട്ടല്ല ഇത് ന്യായീകരണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ വായിച്ചത്. അതായത് പാൽപായസം കുടിച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ മാത്രമല്ല ഉള്ളത്, യോദ്ധാവായ ഭഗവാനുണ്ട്. ആ ഭഗവാനെ കൂടി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ലോകം നിങ്ങൾ തിരിച്ചറിയേണ്ടി വരും ആരാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നതെന്നാണ്. അതായത് ഭഗവാൻ കൃഷ്ണൻ 90 വയസ്സിലാണ് യുദ്ധം ചെയ്യുന്നത്, ശരിയാണ്. ചമ്മട്ടി കൊണ്ട് കടിഞ്ഞാണം പിടിച്ച് തേരിലിരിക്കുന്ന ഭഗവാന് അത്രയും പ്രായമുണ്ട്, ശരിയാണ്. അതിന് യുദ്ധശേഷം വളരെ കുറച്ച് കാലം മാത്രമാണ് ദ്വാരകയിൽ അദ്ദേഹം വാണത്. അതിന് ശേഷമാണ് തൻ്റെ അമ്പേറ്റ് ഇഹലോകവാസം അവസാനിപ്പിച്ച് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഭഗവാന്റെ സ്വരൂപങ്ങളെ പലതായിട്ട് കാണാം. പൗണ്ഡ്രകൻ വന്നിട്ട് എൻ്റെ സുദർശന ചക്രം താ എന്ന് പറഞ്ഞുകൊണ്ട് അപരകൃഷ്ണൻ എന്ന് പറയും. അതായത് കൃഷ്ണനല്ലാത്ത കൃഷ്ണനാവാൻ ശ്രമിച്ച് വെറുതെ നാട്യക്കാരനായിട്ടുള്ള നാട്യക്കാരനായിട്ടുള്ള ജാലവിദ്യക്കാരനായിട്ടുള്ള ഒരാൾ വരുമ്പോൾ കൃഷ്ണൻ സുദർശന ചക്രം അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് തലയും എടുത്ത് തിരിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ശിശുപാലനോട് പറയുന്നുണ്ട്, ശിശുപാല നിന്നോട് ഞാൻ 100 തവണ ക്ഷമിക്കും, പിന്നെയും നീ എന്നെ കുറ്റപ്പെടുത്തി ഇല്ലെങ്കിൽ തള്ളി പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടു. 100ാമത്തെ തവണ ആകുമ്പോഴത്തേക്കും കയ്യിൽ സുദർശനചക്രം വരികയാണ് ഭഗവാന്റെ. എന്നിട്ടാണ് ശിശുപാലൻ്റെ തലയെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മുടെ രാജ്യത്ത് ശിശുപാലന് ഒരാൾക്കും പേരിടില്ല, മലയാളികളല്ലാതെ. മലയാളികൾ ശിശുപാലൻ എന്ന് പേരിടും തൻ്റെ കുട്ടിക്ക്. ശിശുപാലൻ എന്ന് പറയുന്ന നീചൻ്റെ പേര്, നീച കഥാപാത്രമായിട്ടുള്ള ആളുടെ പേര് മക്കൾക്കിടുന്നവരാ. അവർക്ക് രാവണൻ എന്ന കംസൻ ഇടാൻ ഇനി മടി കാണുമെന്ന് എനിക്കറിയില്ല. മറ്റു പല പേരുകളൊക്കെ ഇടും, പക്ഷേ ശിശുപാലൻ നെഗറ്റീവ് കഥാപാത്രമാണ്. ആ പേര് ഇവിടെ ഇടാറുണ്ട് എന്നുള്ളതാണ്. പോട്ടെ, കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഭഗവാൻ ഈ പറയുന്ന വെണ്ണക്കണ്ണൻ മാത്രമല്ല, ഭഗവാൻ കൃത്യമായിട്ട് ഈ പറയുന്ന ദുഷ്ടഹിംസ ചെയ്യാൻ, ദുഷ്ടരെ നിഗ്രഹിക്കാനും ശിഷ്ടരെ സംരക്ഷിക്കാനും കഴിയുന്ന ആളാണ് ഭഗവാൻ. ഈ പറയുന്ന ഗീതോപദേശം നടത്തിയത് ക്ഷേത്രത്തിനകത്തല്ല, അത് യുദ്ധഭൂമിയിലാണ്. അപ്പോൾ അത്രയേറെ വീര്യമുള്ള ആൾ തന്നെയാണ് കൃഷ്ണൻ. പക്ഷേ കൃഷ്ണൻ മിണ്ടാതെ പോകുന്ന ഒരു ജീവിയെ ഉപദ്രവിച്ചിട്ടില്ല, ഒന്നിനെയും ഉപദ്രവിക്കില്ല. അദ്ദേഹത്തിൻ്റെ മാർഗം എന്ന് പറയുന്ന മോക്ഷമാർഗമാണ്. ആർക്കും അദ്ദേഹം മോക്ഷമാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഇവർക്ക് ഇതിൻ്റെ സാങ്കത്യം മനസ്സിലാകാത്തതുകൊണ്ടാണ്, ഇതിനർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ്. വീരനും യോദ്ധാവുമായിട്ടുള്ള ഒരാൾ മാംസം കഴിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. വീരനും യോദ്ധാവുമായിട്ടുള്ള ഈ പറയുന്ന ധീരൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ധീരൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയെ വിവേകപൂർവ്വം ഉപയോഗിക്കുന്നവെന്നാണ്, അല്ലാതെ ബലവാനെന്നോ ആക്രമണശേഷിയുള്ളവനെന്നോ അല്ല. അതിന് വിക്രമൻ എന്നാണ് പറയുന്നത്. വിക്രമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം ചെയ്യാൻ ശേഷിയുള്ളവൻ, ആക്രമിക്കാൻ ശേഷിയുള്ളവൻ, രാജാവിൻ്റെ മറ്റൊരു പര്യായമാണ് വിക്രമൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ഭഗവാന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഭഗവാന്റെ ശൈലി എന്ന് പറയുന്ന എല്ലാത്തിനെയും സംരക്ഷിക്കുകയാണ്. ശിഷ്ടരായിട്ടുള്ള എല്ലാവരെയും സംരക്ഷിക്കുകയും ദുഷ്ടരെ നിഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ഒരിക്കലും ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു ജീവിയെയും ഉപദ്രവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഹാരത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ ഭഗവത്ഗീതയായിട്ടൊക്കെ ബന്ധപ്പെട്ട ആചാര്യന്മാർ പലപ്പോഴും പറയാറുണ്ട്, നിൻ്റെ നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് ഒരു ജീവൻ എടുക്കാൻ നീ തയ്യാറാവുകയാണെങ്കിൽ നീ നിൻ്റെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഉടപ്പറപ്പിനെ പോലും കൊല്ലാൻ മടിക്കില്ല എന്ന് ഭഗവാനല്ല ഈ പറയുന്ന
നമുക്ക് ഉപദേശം തരുന്ന മഹായോഗിമാർ പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് സാധ്യമായെന്ന് വരില്ല. മാംസം കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്, ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ആരോഗ്യ കാരണങ്ങളാൽ വേണ്ട എന്ന് വയ്ക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ ഭഗവാൻ എന്ന് പറയുന്ന പൂർണ്ണ സാത്വിക രൂപമായിട്ടുള്ള ഭഗവാൻ, അഭയം ചോദിച്ചെത്തുന്ന എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഭഗവാൻ, സദ്ഗുണത്തിലുള്ള എല്ലാത്തിനും സംരക്ഷണം നൽകുന്ന ഭഗവാൻ എന്ന് പറയുന്നത് നിരുപദ്രവകാരിയായ ജീവിയുടെ മാംസം തൻ്റെ വിശപ്പിന് വേണ്ടി ഉപയോഗിക്കില്ല. അതിനെയാണ്, ആ മഹാസങ്കല്പത്തെയാണ് ഇവിടെ തെറ്റായിട്ട് ചിത്രീകരിക്കുന്നത്. അതിന് മാപ്പില്ല എന്നുള്ളതാണ്. അതിന് കേരള സമൂഹം മാപ്പ് കൊടുക്കരുത്. അതിന് മാപ്പില്ല. കാരണം മാപ്പ് കൊടുത്താൽ തെറ്റ് വീണ്ടും ആവർത്തിക്കും. ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ക്ഷമ ചോദിച്ചില്ലേ. ക്ഷമയിൽ തീരില്ല. ക്ഷമയിൽ തീരുന്നതല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ പറയുന്ന കാര്യങ്ങളും. ജോസഫ് മാഷിൻ്റെ കൈവെട്ടി, അത് ക്ഷമയിൽ തീരുമോ? തീരില്ല. ഒരു ജീവിതം മൊത്തം തീർത്തവന്മാരാണ് അവന്മാർ. അതിക്രൂരന്മാരാണ്. തിരിച്ചൊന്ന് ചെയ്തു നോക്കി. ചാർലി ഹെബ്ദോ ആക്രമിച്ചത് എന്തിനാ? നബിയുടെ പടം വരച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? എത്ര ജീവനാവന്മാർ അവിടെ എടുത്തത്? അത്ര നികൃഷ്ട ജന്മങ്ങളാണ്. ഈ ഹോട്ടൽ നടത്തുന്നവൻ്റെയൊക്കെ മനസ്സെന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞിട്ട് അവൻ്റെയൊക്കെ മനസ്സെന്താണെന്ന്. ഈ പറയുന്ന ഇവനൊക്കെ കൊന്നു തള്ളിയ കോഴിയും ആടും ഒക്കെ ഇല്ലേ, ആടുപാടുകളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ മൃതദേഹം കിടന്ന് പുഴുത്തിട്ട് അതിൽ നിന്ന് പുഴു വരില്ലേ, ആ മനസ്സുള്ളവനാണ് ഇവനൊക്കെ. അല്ലാതെ ഒരുത്തനും ഭഗവാനെ ഇങ്ങനെ ചിത്രീകരിക്കാൻ കഴിയില്ല. ഭഗവാന് ഇത്രയ്ക്ക് അന്യൻ്റെ വിശ്വാസത്തെ അവഹേളിക്കാൻ കഴിയില്ല. നമ്മൾ പരമപവിത്രമായിട്ട് കാണുന്ന ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പനെ, ശ്രീ പത്മനാഭനെ, നമ്മളുടെ ജീവനായിട്ടുള്ള ഉണ്ണിക്കണ്ണനെ ഇത്തരത്തിൽ ചിത്രീകരിക്കുന്ന നികൃഷ്ട ജന്മങ്ങൾക്ക് ഒരു തരത്തിലും മാപ്പ് കൊടുക്കാൻ കഴിയില്ല. ഇത് നികൃഷ്ടന്മാരാണ്, നീചന്മാരാണ്, അധമന്മാരാണ്, മാനവ വിരുദ്ധന്മാരാണ്. അതിൽ സംശയമില്ല. ഇവന്മാർക്ക് മാപ്പില്ല. അത് കേരള സമൂഹം കൊടുക്കുകയാണെങ്കിൽ അത് കേരള സമൂഹം ഈ കേരള സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇത് കേരള സമൂഹത്തിൻ്റെ അന്ത്യത്തിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പാടെ മുടിയാൻ പോവുകയാണ്. ദ്വാരക എപ്രകാരം കടലെടുത്തു പോയോ അതുപോലെ കേരളം മുടിയും. ഭഗവാനെ നിന്ദിച്ചാൽ ആ നിന്ദയുടെ പാത്രങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ, വിശ്വാസികൾ, ഭക്തർ മാറരുത്. മാറിയാൽ സർവനാശമുണ്ടാകും. സർവനാശത്തിലേക്കുള്ള വഴിയാണ് ഭഗവത് നിന്ന എന്നുള്ളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, അത് ഇവിടുത്തെ വിശ്വാസികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഹൈന്ദവ സമൂഹം മനസ്സിലാക്കിയില്ലെങ്കിൽ, ഭഗവാൻ എന്തെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ, ഈ നീച കൂട്ടങ്ങൾക്ക് മുഴുവൻ നിന്നു കൊടുക്കാവുന്നത് അത് ഈ നാടിനെ കടലെടുക്കുന്നതിന് സമമാണ്.